Let's go. കോടതിയലക്ഷ്യം എന്ന നിയമസങ്കല്പം ഇന്ത്യയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കോടതിയോ നിയമനിർമ്മാണ സഭയോ പോലുള്ള പൊതു അധികാര സ്ഥാനങ്ങളുടെ പദവിയെയോ അധികാരത്തെയോ വിശ്വാസ്യതയോ ഇടിച്ചുതാഴ്ത്തുന്ന തരത്തിലോ അവയുടെ ഉത്തരവുകളെയോ നടപടികളെയോ നിയമങ്ങളെയോ ബോധപൂർവം ലംഘിക്കുന്ന തരത്തിലോ ആരെങ്കിലും പെരുമാറുന്നതിനെ കോടതിയലക്ഷ്യമായി കണക്കാക്കുന്നു. ഇത് കോടതി വിധികൾ അനുസരിക്കാതിരിക്കലോ കോടതിയെ തന്നെ എതിർക്കലോ ആകാം. കോടതി ഉത്തരവുകളെ ലംഘിക്കുകയോ ഉത്തരവുകളെ മാനിക്കാതിരിക്കുകയോ തെളിവ് സംബന്ധമായ രേഖകളിൽ കൃത്രിമം കാട്ടുകയോ കോടതി നടപടികളെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് കോടതിയലക്ഷ്യത്തിൻ്റെ പരിധിയിൽ വരും. കോടതിയെ അധിക്ഷേപിക്കുന്നതോ അപഹസിക്കുന്നതോ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതോ ആയ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ വാക്ക്, പെരുമാറ്റം, പ്രയോഗം, എഴുത്ത് തുടങ്ങിയവ കോടതിയലക്ഷ്യമായി കണക്കാക്കാം. കോടതിക്കെതിരായതോ വിചാരണ നടപടിക്കെതിരായതോ ആയ ഇത്തരം പെരുമാറ്റങ്ങൾ സമൂഹമധ്യത്തിൽ കോടതിയെ താഴ്ത്തിക്കെട്ടുന്നതും നീതിനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നതും നീതി നിഷേധിക്കുന്നതിനിടയാക്കുന്നതുമാണ് എന്ന വാദത്തിൽ നിന്നാണ് കോടതിയലക്ഷ്യം എന്ന നിയമസങ്കല്പം ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. നീതി നിർവഹണത്തിനായുള്ള കോടതികളുടെ അധികാരവും ശക്തിയും ഉറപ്പുവരുത്താൻ കോടതിയലക്ഷ്യം കാട്ടുന്നവരെ ശിക്ഷിക്കാനുമുള്ള അധികാരം ന്യായാധിപന്മാർക്ക് ഉണ്ടാവണം എന്ന് കരുതപ്പെടുന്നു. കോടതിയലക്ഷ്യം സംബന്ധിച്ച് ഓരോ രാജ്യത്തും പ്രത്യേക നിയമങ്ങൾ നിലനിൽക്കുന്നു. ഇന്ത്യയിലെ കോടതിയലക്ഷ്യ നിയമം. കോടതിയലക്ഷ്യ നിയമം 1971 ഇന്ത്യയിൽ കോടതിയലക്ഷ്യ നടപടികളെക്കുറിച്ചുള്ള നിയമം. ഇതുപ്രകാരം കോടതിയലക്ഷ്യത്തെ സിവിൽ കോടതിയലക്ഷ്യമെന്നും ക്രിമിനൽ കോടതിയലക്ഷ്യമെന്നും തിരിച്ചിരിക്കുന്നു. ഈ നിയമപ്രകാരം ഒരാൾ കോടതിയലക്ഷ്യം നടത്തിയെന്ന് തെളിയിക്കപ്പെട്ടാൽ അയാൾക്ക് 6 മാസം വരെ തടവ് ശിക്ഷ നൽകാനും പരമാവധി 2000 രൂപ വരെ പിഴശിക്ഷ ചുമത്താനും സാധിക്കും. തൻ്റെ പ്രവൃത്തിയിൽ ഉത്തമ ബോധ്യത്തോടെ ക്ഷമ പറയുന്ന പക്ഷം അയാളെ കുറ്റവിമുക്തനാക്കാനും ഈ നിയമം കോടതികൾക്ക് അധികാരം നൽകുന്നു. സിവിൽ കോടതിയലക്ഷ്യം ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടാൽ ഈ ശിക്ഷയ്ക്ക് പുറമെ 6 മാസത്തിൽ കുറയാത്ത കാലത്തേക്ക് അയാളെ സിവിൽ ജയിലിൽ അയക്കുന്നതിന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സിവിൽ കോടതിയലക്ഷ്യം കോടതി വിധികളോടുള്ള അനാദരവോ അനുസരണയില്ലായ്മയോ ആണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ക്രിമിനൽ കോടതിയലക്ഷ്യം കോടതിയെയോ ജഡ്ജിമാരെയോ വ്യക്തിപരമായി അപമാനിക്കുകയോ അനാദരവ് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്നു. കോടതിയലക്ഷ്യ നിയമത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കണം.